വൈകിട്ട് കഴിക്കാൻ പൂരി വേണോ ചപ്പാത്തി വേണോ എന്നുള്ള ചോദ്യത്തിന് വോട്ടിങ്ങിലൂടെ ഭൂരിപക്ഷം നേടിയത് പൂരി തന്നെ ആയതുകൊണ്ട് ഷെഫ് കുഴയ്ക്കലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് പൂരിയിലോട്ടായി കോൺസെൻട്രേഷന്. ചപ്പാത്തിക്കായിരുന്നു ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തത്. പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പ്രൊഫഷണൽ ടച്ചിൽ തന്നെ പൂരിയുടെ മേക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു അവിടെ. ഇതിപ്പോൾ എന്നാ പൂരി ഉണ്ടാക്കുന്നത് കാണിക്കാനെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഇത് ഒരു സ്പെഷ്യൽ രീതിയിൽ തന്നെയാണ് കേട്ടോ. അതായത് ഷെഫ് ടച്ചാണ് ഇതിലുള്ളത്. ഞങ്ങളാരും കൈ കടത്തിയില്ല. പിന്നെ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കള ഭരണം ഏറ്റെടുത്തു. ഇവിടെ വീട്ടുകാരൻ സോഫയിലിരുന്ന് ഫോൺ നോക്കുന്നു. ഞാനും മമ്മിയും ഒരു മൂലയ്ക്ക് വർത്താനം പറഞ്ഞിരിക്കുന്നു. ഇവർ രണ്ടുപേരും പിന്നെ കളിയും ചിരിയും കൊച്ചു വർത്താനവുമായിട്ടൊക്കെ അവരുടെ ലോകത്ത് കുക്കിംഗ് ആസ്വദിച്ച് ചെയ്യുമായിരുന്നു. വെറുതെ ഇരിക്കാൻ കിട്ടിയ അവസരം പാഴാക്കാതെ ഞാനും മമ്മിയും അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ആ നേരം കൊണ്ട് ഷെഫ് ഇവിടെ പൂരി ഉണ്ടാക്കൽ തുടങ്ങി. പ്രൊഫഷണൽ ടച്ചിലുള്ള പൂരി കേട്ടോ. അടിപൊളിയാണ്. കുഴയ്ക്കുന്നതും പരത്തുന്നതും എണ്ണയിലോട്ട് ഇടുന്നതാണ് സൂപ്പർ. കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് നോക്കി ഇന്നപ്പോഴത്തേക്കിന് ഷെഫ് തന്നെ പറഞ്ഞു പൂരിയുടെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കഴിച്ചു തുടങ്ങിക്കോളാനെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. ജിഷ അപ്പോൾ സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഒന്നുമല്ല, ഗാർണിഷിംഗ് ആണ് പുറകെ വരുന്നത്. കൈ കിട്ടുന്നതൊക്കെ എടുത്ത് ഗാർണിഷ് ചെയ്യുമെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഷെഫിനുള്ളൂ. പിന്നെ കിട്ടിയത് ഓറഞ്ചും തക്കാളിയും മല്ലിയിലയും ഒക്കെ ആയിരുന്നു. അതെല്ലാം കൂടെ എന്തോ പൂവും കായും ഒക്കെ ഉണ്ടാക്കി ആ സൈഡിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇനിയും പൂരിയും കറിയും ഒക്കെ ഒന്ന് അണിയിച്ചൊരുക്കുക എന്നുള്ളതാണ് ഷെഫിൻ്റെ അടുത്ത ജോലി. പൂവും കായും ഒക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തണ്ട് മല്ലി എണ്ണയിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തത് മാത്രമേ കണ്ടുള്ളൂ. പൂരിക്ക് മാല റെഡി ആയിട്ടുണ്ട്. കറിക്ക് വേണ്ടത് പൂക്കളും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പൂവുണ്ടാക്കാൻ വേറൊരു സാധനവും ഇരിപ്പില്ല. കിട്ടിയതെല്ലാം പൂവും കായും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ദേ അങ്ങനെ നോക്കി നിന്ന നേരം കൊണ്ട് അണിയിച്ചൊരുക്കിയ പൂരിയും റെഡി ആയിട്ടുണ്ട്. അത് ഷെഫിൻ്റെ വകയായിരുന്നു. കറി പിന്നെ ഷെഫത്തിയുടെ വകയാണ്. പൂവും കായും ഒക്കെ വെച്ച് അടിപൊളി സുന്ദര കുട്ടപ്പന്മാരായിട്ടിരിക്കുകയാണ്. ഇതേ പ്ലേറ്റ് നിറച്ച് പൂരിയും 2 പ്ലേറ്റിൽ കറിയും കൂടെ. പിന്നെ ഞങ്ങൾക്ക് ആർക്കും ക്ഷമയില്ലായിരുന്നു. പിള്ളേർ കഴിച്ചൊന്ന് എണ്ണീറ്റാ ഉടനെ ഞങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി അവിടെ നിൽക്കുകയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 കൂട്ടരും കൂടെ കൂടിയാൽ വീട്ടുകാരാരാ വിരുന്നുകാരാരാന്ന് മാറിപ്പോകുന്ന അവസ്ഥയിലാണ് കേട്ടോ പലപ്പോഴും. പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയല്ല. അവിടെയും ഷെഫ് ഇവിടെയും ഷെഫ്. നമ്മുടെ സ്വന്തം ഷെഫ് തന്നെയാണ് എപ്പോഴും.